എല്ലാം അങ്ങോട്ട് പോണം. നിങ്ങൾ പിടിക്കുന്നു. കൈ കൈ കൊണ്ട് കൈ കൊണ്ട് കൈ കൊണ്ട് കൈ നീ ഒരു വേണ്ട നീ വേണ്ട മുഴുവൻ പിടിച്ചോ. എനിക്ക് കൈകൾക്ക് അവിടെ വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളം കുടിച്ചു. നീ ഒറ്റക്കാ വരാതെ ഒരാൾ വന്നാൽ മതി. അതിൽ നീതി പിടിക്കേ അവിടെ 12 വരാം. അവിടെ 13. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വണ്ടി തിരിച്ചല്ലെങ്കിൽ വെള്ളത്തിൽ അവിടെ തന്നെ നീ അടിക്കേണ്ടി വരും. കാർന്ന് പിടിക്കണം. പേടിയില്ലാത്തവർ ചാടേ കേട്ടോ.
പറയും കേട്ടോ. വീടിയൊക്കെ പോകണ്ടോ കേട്ടോ. ഇത് ആറ്റു വീടിൻ്റെ ഒരു മേലെ പോകണ്ടോ കേട്ടോ. രണ്ടുപേരും മറ്റു മതി. എന്നുണ്ട് ആരാ നീ എന്തിനാണ് ജെ പി, ഇത് നീന്തൽ തുടങ്ങിയിട്ട് കുറേ കാലമായോ? ഇവിടെ നീന്തൽ പരിശീലനം തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയായി? ഇത് ഈ കഴിഞ്ഞ ജൂലൈ 20-ാം തീയതി ആരംഭിച്ചതാണ്. 10 ദിവസത്തെ ക്യാമ്പ് എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. ഇന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ പേരാവൂർ പഞ്ചായത്ത് പരിസരത്ത് ഉള്ള 10 വയസ്സിൽ കൂടുതലുള്ള ചെറിയ കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ പരിശീലന പരിപാടി ഇവിടെ നടത്തുന്നത്. ഇതിൻ്റെ ഒരു പരിശീലന പരിപാടി നമുക്കറിയാം, മറ്റ് സ്ഥലങ്ങളിലൊക്കെ വലിയ ഫീസൊക്കെ വാങ്ങിച്ചുകൊണ്ട് നീന്തൽ പരിശീലനം നടത്തുന്ന ഒരു സാഹചര്യമാണിപ്പോൾ. പക്ഷേ നമ്മുടെ ഇവിടെ ഇപ്പോൾ 65ഓളം കുട്ടികൾ ഈ പരിശീലനത്തിലുണ്ട്. ആ 65ഓളം കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നത് പേരാവൂർ ഫയർ ആൻഡ് റെസ്ക്യൂവിലെ മുങ്ങൽ വിദഗ്ധന്മാരും അതുപോലെ തന്നെ നീന്തൽ നല്ല വൈദഗ്ധ്യമുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് രമേശ് സാറ് പോലെയുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ആലച്ചേരി രമേശ് സാർ. അപ്പോൾ നമുക്ക് ഈ 65 കുട്ടികൾ കഴിയുമ്പോൾ കൂടുതൽ ആളുകൾ ഇത് പുതിയ രജിസ്ട്രേഷൻ വേണ്ടി രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ ഒക്കെ ടെസ്റ്റിങ്ങൊക്കെ കഴിഞ്ഞ് ടെസ്റ്റിങ്ങിന് പോയിട്ടുണ്ട്. ടെസ്റ്റിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത ബാച്ചിനെ കുറിച്ച് ആലോചിക്കും. ആ സമയത്ത് അടുത്ത ബാച്ചും ആരംഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് 10 ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ കുട്ടികൾ, വളരെ ഭയപ്പെട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പോലും മടിച്ചിരുന്ന കുട്ടികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് അവരുടെ സ്വയരക്ഷയ്ക്കും ഭാവിയിൽ നീന്തൽ താരങ്ങളായി വരാനും ഒക്കെ തന്നെ അത് പ്രയോജനപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതുകൊണ്ട് ഇങ്ങനെ കിട്ടിയൊരു അവസരം നമുക്ക് അതുമാത്രമല്ല, നല്ല സൗന്ദര്യമായിട്ടുള്ള ഒരു സ്ഥലം മണത്തണ വലിയ കുളം. ഇത് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് അതിൻ്റെ വർക്കൊക്കെ നടത്തി കഴിഞ്ഞ കുളമാണ്. ഇപ്പോൾ ഇവിടെ പരിശീലിക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ രാവിലെ നീന്തലിന് വേണ്ടി നിരവധി ആളുകൾ പരിശീലിച്ച പ്രദേശത്ത് ഇവിടെ വരുന്നുണ്ട്. ഏതായാലും ഇങ്ങനെയൊരു അവസരം കിട്ടിയതിൽ നമുക്ക് ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ അവരോട് തീരാത്ത കടപ്പാടും നന്ദിയുണ്ട്. അതിന് രക്ഷിതാക്കൾക്ക് വേണ്ടി ഞാൻ ഇവിടെ അവർക്ക് വേണ്ടി നന്ദി പറയാം. രമേശൻ സാറാണ് മെയിനായിട്ട് ഇതിൻ്റെ രമേശ് സാർ, ആലച്ചേരി രമേശ് സാറാണ് ഇത്. അദ്ദേഹമാണ് ഇതിൻ്റെ മെയിനായിട്ട് ഇതിനെ ചുക്കാൻ പിടിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ടീമുണ്ട്. ഏതാണ്ട് 5-10ഓളം ഫയർ ആൻഡ് റെസ്ക്യൂവിലെ സ്കൂബ വിദഗ്ധന്മാരടക്കം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ആരും ചാടുന്നേ ആരും ചാടുന്ന നമുക്ക് ഇതൊക്കെ എടുത്ത് നോക്കാം ജെ പി. അപ്പോൾ നമ്മുടെ 10 ദിവസത്തെ സ്വിമ്മിംഗ് ട്രെയിനിങ് പ്രോഗ്രാം ഇവിടെ ഇന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ട്രെയിനിങ് പ്രോഗ്രാം നല്ല രീതിയിൽ ഗംഭീരമാക്കി തീർത്ത കുട്ടികൾക്കും അതുപോലെ തന്നെ പേരൻസിനും ഈ അവസരത്തിന് നന്ദി പറയണം. ഫയർ സ്റ്റേഷൻ്റെ പേരിൽ നന്ദി പറയണം. അതുപോലെ തന്നെ എൻ്റെ സ്റ്റേഷനിലെ ജീവനക്കാർ പിന്നെ നിധു, ജിതി, അനോജ്, സത്യേഷ്, പിന്നെ പ്രത്യേകിച്ച് രമേശേട്ടൻ, പിന്നെ ജോൺസേട്ടൻ, കൂത്തുപറമ്പിലെ AST ആണ്. അപ്പോൾ അവർ ഇങ്ങനെ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അവർ നേരത്തെ വരുന്നത് താല്പര്യം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ അവസരത്തിൽ എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നന്ദി പറയുന്നത് നമ്മളാണ്. പക്ഷേ അദ്ദേഹം നമ്മളോട് ധന്യവാദിക്കുകയാണ്. കാരണം നമുക്ക് ഈ കഴിഞ്ഞ 20-ാം തീയതി തുടങ്ങിയ പരിശീലന പരിപാടിയാണ്. ഇങ്ങനെ പരിശീലന പരിപാടി തുടങ്ങുന്നുണ്ട് എന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു അറിയിപ്പ് തന്നതിനെ തുടർന്ന് നിരവധിയായിട്ടുള്ള രക്ഷിതാക്കൾ താല്പര്യമെടുത്തുകൊണ്ട്
ഏതാണ്ട് 65ഓളം കുട്ടികൾ ഇവിടെ നീന്തൽ പരിശീലനത്തിന് വേണ്ടി തയ്യാറായി വന്നു. ആ കുട്ടികൾ വന്നെന്ന് മാത്രമല്ല, കുട്ടികളോടൊപ്പം എല്ലാ ദിവസവും രക്ഷിതാക്കളും വന്നു. ഇവിടെ പഠിപ്പിച്ച ഈ നീന്തൽ പരിശീലനം നടത്തിക്കൊടുത്തിട്ടുള്ള ഏതാണ്ട് 8ഓളം ജനീർ സാർ ഒഴികെ 7 ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ സ്റ്റാഫ് എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നതെന്ന് ഞാൻ പറയാതെ ഈ പരിശീലനം ആദ്യം മുതൽ അവസാനം വരെ വീക്ഷിച്ചിട്ടുള്ള രക്ഷിതാക്കൾക്കറിയാം. കാരണം മറ്റേതെങ്കിലും ഒരു പരിശീലനം കൊടുക്കുന്നത് പോലെയല്ല നീന്തൽ പരിശീലനം എന്ന് നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. കാരണം ആഴവരെയാണ് നമ്മളെ കുളത്തിൻ്റെ ആഴെന്ന് പറഞ്ഞാൽ നല്ല ഡെപ്ത് അങ്ങനൊരു കുളത്തിലാണ് പഠിക്കുന്നത്. സാധാരണ സ്വിമ്മിംഗ് പൂളിലൊക്കെ ആണെങ്കിൽ അത്ര വലിയ റിസ്ക്കില്ല. അപ്പോൾ ഇത്രയും റിസ്ക്കുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയൊരു പരിശീലനം കൊടുക്കാൻ തയ്യാറായ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ അവരെ എത്രമാത്രം അഭിനന്ദിച്ചാലും അത് പര്യാപ്തമാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവിനെ സംബന്ധിച്ച് നമ്മളൊക്കെ പണ്ട് മനസ്സിലാക്കിയിരുന്നത് ഫയർ സർവീസ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും തീ പടർന്നു കഴിഞ്ഞാൽ, തീ പിടുത്തമുണ്ടായാൽ അവിടെ ഓടിയെത്തി തീ അടക്കുന്ന ഒരു വിഭാഗമാണ് ഫയർ സർവീസ്. അന്ന് ഫയർ സർവീസ് എന്നാണ് നമ്മളൊക്കെ പറയുക. അങ്ങനെയാണ് അതിൻ്റെ ബോർഡൊക്കെ വരിക, ഫയർ സർവീസ്. പക്ഷേ ഇന്നതിൻ്റെ പേര് മാറി, ഫയർ ആൻഡ് റിസ്ക് എന്നുള്ള രീതിയിൽ പേര് മാറി. കാരണം എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും, എല്ലാ ഡിസാസ്റ്റർ സമയത്തും ഓടിയെത്തേണ്ട ഒരു വിഭാഗമായി മാറി. എന്തിനു പറയുന്നത്, നമ്മൾ റോഡിൽ മരം പൊട്ടി വീണാൽ പോലും, ഒരു പൂച്ച കടത്തിൽ വീണാൽ പോലും, ഒരു പാമ്പ് വീട്ടിനകത്ത് കയറിയാൽ പോലും ഒക്കെ ഓടിയെത്താൻ ഉള്ളൊരു കടപ്പെട്ട ഒരു വിഭാഗത്തിനെ പോയാണ് നമ്മൾ ഫയർ ആൻഡ് റെസ്ക്യൂവിൽ കാണുന്നത്. അത്രമാത്രം നമുക്ക് ഭയപ്പെടാതെ ജീവിക്കാൻ ഉള്ള ഒരു സാഹചര്യം, ഒരു ധൈര്യം നമുക്ക് തരുന്നത് ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഈ പ്രവർത്തനം കൊണ്ടാണ്. ഞാൻ ഓർക്കുന്നത് ഒരു 10-35 വർഷം മുമ്പ് പേരാവൂരിൻ്റെ ടൗണിനടുത്ത് ഒരു പൊട്ടക്കിണറുണ്ടായിരുന്നു, ആരും ഉപയോഗിക്കാതിരുന്നത്. ആ പൊട്ടക്കിണറിൻ്റെ സൈഡിൽ രാത്രി സമയത്ത് മൂത്രമൊഴിക്കാൻ വേണ്ടി നിന്ന ഒരു ചെറുപ്പക്കാരൻ, യുവാവായിരുന്നു. അദ്ദേഹം ഈ കിണറ്റിൽ വീണു. കിണറ്റിൽ വീണ സമയത്ത് കുറേ ആൾക്കാർ ബഹളം കൂട്ടി ഓടി വന്നു. രണ്ടാമതൊരാൾ ഇറങ്ങി. ഈ ഇറങ്ങിയ 2 പേരും പുറത്തേക്ക് മുകളിലേക്ക് കയറുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഭാഗത്ത് ഒരു മറുപടിയും വരുന്നില്ല. പുറത്തു നിന്ന് ചോദിക്കുന്നത് കുറച്ച് ആഴമുള്ള കിണറാണ്, പേരാവൂർ MBMP സ്കൂളിൻ്റെ മുമ്പിലുള്ള കിണർ. എനിക്കിപ്പോൾ ഓർമ്മയാണ്, ഞങ്ങളൊക്കെ ഓടിയെത്തിയതാണ്. മൂന്നാമതൊരാൾ ഇറങ്ങി. പക്ഷെ അദ്ദേഹം വടം കെട്ടിയിട്ടാണ് ഇറങ്ങിയത്. അദ്ദേഹം ഇങ്ങനെ പകുതിയോടെ ഇറങ്ങിയ സമയത്ത് പറഞ്ഞ് ഇനി അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അപ്പോഴാണ് ഈ കിണറ്റിൽ ഗന്ധകത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ആ ആൾ മരണപ്പെടാൻ അതൊരു കാരണമാണെന്ന് മനസ്സിലായത്. അങ്ങനെ ഫയർ സർവീസ് അന്ന് കൂത്തുപറമ്പിലുള്ളൂ. കൂത്തുപറമ്പെന്ന് ഫയർ സർവീസ് എത്തുന്ന സമയം കൊണ്ട് ആൾ മരിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ടൗണിൽ തന്നെയുള്ള കുറച്ച് ധൈര്യമുള്ള കൂലിക്കാരും ഒക്കെ വടം കെട്ടിയൊക്കെ ഇറങ്ങി 2 പേരെ രക്ഷിച്ചു. ആദ്യമാണ് ആൾ മരണപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ തന്നെ ഓടിയെത്താൻ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ആളുകൾ. ആ സംഭവത്തിന് ശേഷമാണ് പേരാവൂരിൽ ഒരു തീപിടുത്തം ഉണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ, കുറേ വർഷം കഴിഞ്ഞപ്പോൾ ഒരു തുണിക്കട കത്തി നശിച്ചു. ശോഭ സ്റ്റോർ, അന്നത്തെ പ്രമുഖ തുണിക്കടയായിരുന്നു. അതിനുശേഷമാണ് നമ്മളെ സെക്കീന തീപിടുത്തം ഉണ്ടായത്. ഈ സമയത്തെല്ലാം നിരവധി ഇവിടുത്തെ പൗരമുഖ്യന്മാർ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രവർത്തകരെല്ലാം ഗവൺമെൻറ്റിൽ ആവശ്യപ്പെടാറുണ്ട് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ അടുത്ത് വേണം എന്ന്. അങ്ങനെയാണ് പേരാവൂരിൽ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഒരു ഓഫീസ് അനുവദിച്ചു, സ്റ്റാഫിനെ അനുവദിച്ചു, സജ്ജീകരണങ്ങളെല്ലായി. പക്ഷേ ഇന്നും വാടക കെട്ടിടത്തിലാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ദുഃഖാവസ്ഥയുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു സാന്നിധ്യം ഇവിടെ, അങ്ങനെ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഒരു ഓഫീസ് ഉള്ളത് എത്രമാത്രം അതിനുശേഷമുള്ള ഓരോ ദുരന്തങ്ങളും ഈ നാട്ടിലുണ്ടായ സമയത്ത് നമുക്ക് ഉപകാരപ്പെട്ടു എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കാം. അപ്പോൾ ഈ ഒരു റിസ്ക് എല്ലാം ഏറ്റെടുത്ത് ഗവൺമെൻറ് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയിൽ അവർ ഈ തരത്തിൽ നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളായിട്ടുള്ള കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 65ഓളം പ്രയോജനം ചെയ്യും. കാരണം അവരുടെ സ്വയരക്ഷയ്ക്ക് പറ്റും. എന്തെങ്കിലും ഒരു പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു വെള്ളത്തിൽ മറ്റുള്ള സ്നേഹിതന്മാരെ അകപ്പെട്ടാൽ ഒരുപക്ഷെ രക്ഷിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും അവരുടെ ഭാഗത്ത് ഉണ്ടാകാൻ വേണ്ടി സാധിക്കും.
അവര് പഠിപ്പിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ ഇനി ഫയറിൻ്റെ ആളെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ആളെന്ന് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മളെ ഈ പഠിച്ച ചില വിദ്വാന്മാർ ഗുരുക്കന്മാരാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം. നല്ല പഠനമില്ലെങ്കിൽ നല്ല രീതിയിൽ പരിശീലിച്ച ആളല്ലെങ്കിൽ മറ്റൊരാളെ രക്ഷിക്കാൻ പോകരുത്. അതും അപകടം ഉണ്ടാക്കും. കാരണം വെള്ളത്തിൻ്റെ കാര്യമാണ് നമുക്ക് അതൊക്കെ ഇവിടെ വിശദീകരിക്കുന്നുള്ളത്. ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നത് എന്നെക്കാൾ വളരെ സാങ്കേതികമായ കാര്യങ്ങളെല്ലാം അറിയുന്ന വിദഗ്ധ ആളുകൾ ഇവിടെയുണ്ട്. ഞാൻ ഏതായാലും അവരൊക്കെ തന്നെ എടുത്ത ആ എഫർട്ട് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം എത്ര സമയമാണ് അവർ വെള്ളത്തിൽ ഇങ്ങനെ നിന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി. എത്രമാത്രം സൂക്ഷ്മതയോടുകൂടിയാണ് ഒരു കുട്ടി വെള്ളത്തിൽ മുങ്ങുന്നുണ്ടെന്ന് കാണുമ്പോൾ തന്നെ അവരുടെ കൈ അവിടെ എത്തി. ഒരു തരത്തിലും കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടായി. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഇല്ല. കുട്ടികളുടെ ഹാപ്പിയാ. കുട്ടികൾ പറയുന്നത് ഇനിയും പിന്നെ കയറാൻ പറയുമ്പോൾ കയറുന്നില്ല, കുറച്ച് കുട്ടികളും. അത്രമാത്രം സന്തോഷകരമായ സ്വന്തം മക്കളെപ്പോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവർ എല്ലാ സ്റ്റാഫും അന്യന്മാരെ പോലെ മക്കളെപ്പോലെ പേരക്കുട്ടികളെ പോലെ ഒക്കെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ കുട്ടികളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഭാവിയുടെ വാഗ്ദാനങ്ങളായി അവർക്ക് മാറാൻ വേണ്ടി സാധിക്കും. അവർ നല്ലോണം പഠിക്കുന്ന കുട്ടികൾ മറ്റു രീതികളൊക്കെ തന്നെ അവരെ മികവ് കാണിക്കുന്നതുകൊണ്ട് എനിക്ക് നീന്തലറിയാം, സൈക്കിൾ ചവിട്ടാൻ എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കഴിവാണ്. എല്ലാവർക്കും കഴിയില്ല. ഇപ്പം വലിയ മുതിർന്ന ആളുകളൊക്കെ ഉണ്ടാവും, പക്ഷേ നീന്തറിയില്ല. വെള്ളത്തിൽ വീണാൽ രക്ഷയില്ല, നീന്തറിയാത്ത ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പരിശീലിക്കുന്നത് കണ്ട് നിരവധി രക്ഷിതാക്കന്മാർ ഇനി അടുത്തൊരു ബാച്ചപ്പാട് തുടങ്ങുന്നതൊക്കെ നമ്മളോടൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ തീരുമാനിക്കേണ്ടത് ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഏതായാലും ഈ ഓരോ വ്യക്തികളെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. ഈ പരിശീലനം നടത്തുന്നതിൻ്റെ അന്നത്തെ ഉദ്ഘാടന ദിവസം ദിനേശ് വന്ന് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ടീം അതിനുവേണ്ടി എല്ലാ സഹകരണവും ചെയ്തു കൊടുത്തു. അദ്ദേഹത്തിന് നമ്മുടെ ഈ രക്ഷിതാക്കളുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജോൺസൺ സാർ അദ്ദേഹം പേരിൽ അദ്ദേഹം വെള്ളത്തിലിറങ്ങിയില്ല, പക്ഷേ അദ്ദേഹം വെള്ളത്തിലിറങ്ങണ്ട, അദ്ദേഹം നിരീക്ഷിക്കുകയാണ്. ഓരോ കുട്ടികളെ നിരീക്ഷിച്ച് പോരാ അങ്ങനെ ഇങ്ങനെ ശരിക്കും കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിനും രക്ഷാക്കളുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം രമേശ് സാറെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ആലപ്പുഴ സ്വദേശിയാണ്. പേരാവൂരിൻ്റെ കായിക മേഖലയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. മാരത്തോണിലൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. ഒരു നല്ല നീന്തൽ പരിശീലനമാണ്. അത് ആയിരക്കണക്കിന് ഇപ്പോൾ 10,000-ഓളം കുട്ടികളെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ആദ്യം ശരി, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ നീന്തൽ അറിയാത്ത ഒരു കുട്ടി പോലും ആ ഗ്രാമത്തിലില്ല. അപ്പോൾ അത്രമാത്രം ആത്മാർത്ഥ റിസ്ക് എടുത്തിട്ട് പിന്നെ പരിശീലനത്തിന് വേണ്ടത് രമേശ് സാറ്. അദ്ദേഹത്തിൻ്റെ കൂടെ ജിതിൻ ശശീന്ദ്രൻ, അതുപോലെ തന്നെ അനോക് അദ്ദേഹം പൊതുവായി ഉണ്ടായിരുന്നതാണ്. സജേഷ് ശ്രീനിവാസൻ സിവിൽ ഡിഫൻസ് ഇവരെയൊക്കെ എത്രമാത്രം അഭിനന്ദിച്ചാൽ നമുക്ക് മതിയാവുകയില്ല. ഒരു നന്ദി വാക്കുകൊണ്ട് തീർക്കേണ്ട കാര്യമല്ല. ഞാൻ അവരോട് പല കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ സമയത്ത് വളരെ സന്തോഷപൂർവ്വം അത് നിരസിക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. ഒരു നിസ്വാർത്ഥമായ ഒരു സേവനം തന്നെയായിരുന്നു. ആ സേവനത്തിന് എത്രമാത്രം നന്ദി കൊണ്ടൊന്നും അവസാനിക്കില്ല. എന്നാലും നമ്മളൊക്കെ കുട്ടികളുടെ മനസ്സിൽ, നമ്മുടെ രക്ഷിതാക്കളുടെ മനസ്സിൽ എന്നെന്നും നിങ്ങളെയൊക്കെ തന്നെ ഓർമ്മയുണ്ടാകും. കാരണം ഒരു കഴിവ്, ഒരു വ്യക്തിപരമായിട്ട് ഒരു പ്രത്യേക അഡീഷണൽ കഴിവ് പകർന്നു തന്ന നിങ്ങളെ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ട് ഈ പരിപാടിയുടെ ആശംസ നേടുന്നതിന് വേണ്ടി നമ്മൾക്ക് ഈ പരിപാടിയിൽ കുട്ടികൾ നീണ്ട പഠിച്ച് വരുന്ന സമയത്ത് ബെസ്റ്റ് കണിക്ക് പറഞ്ഞിട്ടാവില്ല. ആ സമയത്ത് അവർക്ക് കട്ടക്കാട്ട് കഴിച്ച് കട്ടക്കാട്ടുള്ള ചുക്ക് കാട്ട് പശു പിരിക്കൊണ്ടിട്ട് ഇവിടെ വന്ന് തയ്യാറാക്കിയിട്ടുണ്ട്.
ഇങ്ങോട്ടൊക്കെ ഫിസിക്കൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ശിവനും അദ്ദേഹമാണ് അത് ഇതിനോട് തയ്യാറായിട്ട് അദ്ദേഹത്തിൻ്റെ മകളും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ആ കറക്റ്റ് ടൈമിൽ എത്തും, എല്ലാവർക്കും കൊടുത്ത് സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥിതിയാണ്. നമുക്കറിയാം, നമുക്കൊരു നല്ല കൂട്ടായ്മ വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഇതിനിടയിൽ. എല്ലാവരും നല്ല സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി നമുക്ക് ഇനി അങ്ങോട്ട് ജീവിതം നയിക്കാൻ കൂടി സാധിക്കട്ടെ. ആശംസ നേടാൻ വേണ്ടി സമുചിതരായ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ സെയിൽസ് ഓഫീസർ ദിനേശ് സാർ, അതുപോലെ നമുക്ക് ആദ്യത്തെ ദിവസം മുതൽ നമുക്ക് ഇവിടുത്തെ ക്ലാസ് തരികയും നമ്മുടെ കുട്ടികളെ കൈകോർത്ത് ഒരുമിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങുവാൻ ഉള്ള മുഴുവൻ നിർദ്ദേശം നൽകുകയും പ്രവർത്തിക്കുകയും ചെയ്ത നമ്മുടെ ബഹുമാന്യനായ രമേശ് സാർ, അതുപോലെ ജോൺസൺ സാർ, വേദിയിലിരിക്കുന്ന സമാരാധ്യരായ ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റ് ഉദ്യോഗസ്ഥന്മാരെ, അമ്മമാരെ, സഹോദരങ്ങളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ചെറിയ ബാലികാവാസങ്ങളെ, മണത്തണയെ സംബന്ധിച്ചിടത്തോളം എടുത്ത് പറഞ്ഞാൽ 12 കുളങ്ങൾ ഇന്ന് നിലവിൽ നിൽക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. ഒരു കുളമല്ല, 12 കുളങ്ങൾ. അതിൽ പലതും നികത്തി ഇതായി മറ്റത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 85 കാലഘട്ടത്തിന് മുമ്പ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മണത്തണയിലുള്ള മിക്കവാറും വീട്ടിലെ സ്ത്രീകളും കുട്ടികളും എല്ലാം നീന്തൽ അറിയാവുന്നവരാണ്. ഒരു 85 കാലഘട്ടത്തിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ തലമുറയിൽ ഒരു 35-40 വയസ്സായ ഒരു നീന്തൽക്കാരെയും മുൻപിന്ന് വളർത്തിക്കൊണ്ടുവരാൻ കഴിയും. മണത്തണയുടെ ഒരു ദുരന്താവസ്ഥയായിരുന്നു. അതിനെ ഒരു സുപ്രഭാതത്തിൽ മാറ്റിമറിച്ചു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നമ്മൾ ഒരു വലിയ കയ്യടി ഈ ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കേണ്ട. സാഹചര്യത്തിൽ നമ്മളെ കുട്ടികളെല്ലാം വളർന്ന ഒരു SLC +2 കഴിഞ്ഞ് പോകുമ്പോൾ അവര് ഇവിടുന്ന് ദൂരെ സ്ഥലങ്ങളിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അവിടെ എത്തിയാൽ കൂട്ടുകാരോടൊപ്പം വെള്ളത്തിൽ ഇറങ്ങുകയും പ്രവർത്തിക്കുകയും തുള്ളുകയും ഒക്കെ ചെയ്യുന്ന ആ കുട്ടികളിലാണ് ഇന്ന് നമ്മൾ നിത്യേന പത്രങ്ങളിലും മറ്റ് ദൃശ്യമാധ്യമങ്ങളിലും കാണുന്ന നിരവധിയായ അപകടങ്ങൾ കാണുന്നത്. ഇതിനെ നമ്മൾ വളരെ ശക്തിയായി വിലയിരുത്തേണ്ടതായിരുന്നു. നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരെ ഒരു ഭാഗത്തേക്ക് അയക്കുമ്പോൾ നമുക്ക് സ്വസ്ഥത കിട്ടണമെങ്കിൽ സ്വയം രക്ഷയ്ക്കായി ഈ ഒരു കുട്ടികളെ ഇന്നിപ്പോൾ ഒരു വെള്ളത്തിലെടുത്തിട്ടാൽ അവരെങ്ങനെയെങ്കിലും കര നോക്കി അവിടെ എത്തും. ഇതിൽ മിക്കവാറും 100% കുട്ടികളും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. 8-9 ദിവസത്തെ ക്ലാസ്സേ ആ കുട്ടികൾക്ക് കര പറ്റേണ്ടത് എങ്ങനെയാണ്, സ്വയം രക്ഷ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിൽ നമ്മുടെ ഈ മണത്തണയിൽ വന്ന് ഈ നമ്മുടെ മണത്തണയിലെ പ്രാദേശികമായുള്ള ആളുകളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു നല്ല ക്ലാസ്, ആ ക്ലാസ്സിനെ കുറിച്ച് വർണ്ണിക്കാൻ പറ്റുകയില്ല. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അത്രയും സ്വന്തം മക്കളെ പോലെ കയ്യിലെടുത്തുകൊണ്ടാണ് നമ്മുടെ മക്കളെ എല്ലാം നമ്മുടെ രമേശ് സാറും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മറ്റെല്ലാ എനിക്ക് അറിയാവുന്നവരാണ്, ഇവരെല്ലാം എനിക്ക് പറ്റിയുള്ളവരാണ്. നമ്മൾ വളർത്തിക്കൊണ്ടുവന്നത് അതിൽ നമ്മൾക്ക് അവർക്ക് ഇത് ചെയ്തു കൊടുക്കാൻ വാക്കുകൊണ്ടുകൾ മാത്രമേ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുള്ളൂ. അവരെ ഒരു പാരിതോഷികം സ്വീകരിക്കുകയോ നമ്മളുടെ മുന്നിൽ ഒരു ഇത് ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ വാക്കുകൾ കൊണ്ടും മനസ്സുകൊണ്ടും അവർക്ക് ദീർഘായുസ് നേർന്നുകൊണ്ട് ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ ഭാവിയിൽ നമ്മുടെ നാട്ടിനും പ്രദേശത്തിനും നല്ല രീതിയിൽ വരുമാറാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരെ എല്ലാവരെയും ഒന്നുകൂടി നമ്മുടെ ഈ മക്കൾക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും ഞാൻ ഒന്നുകൂടി ഇവരെ എല്ലാം അനുമോദിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നതിന് മുമ്പ് നമ്മുടെ ചെറിയ കുട്ടികളോട് ഒരു കാര്യം ഇന്ന് രമേശൻ സാർ രാവിലെ പറഞ്ഞത് നമ്മൾ ശ്രദ്ധയിൽ വെക്കണം. നമ്മളെല്ലാം നീന്തൽക്കാരായി 8 ദിവസം കൊണ്ട് ഇന്ന് ഇവരെ കയ്യിൽ പോയാൽ പിറ്റേന്ന് പോയി ആ കുളത്ത് തുള്ളരുതായി സേവ ചെയ്ത് നിങ്ങൾ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. പൂർണ്ണതയിൽ എത്താനുള്ള ശ്രമങ്ങൾ നടത്തണം. ഇനി മുതിർന്നവരോട് കൂടിയേ നിങ്ങൾ കുളത്തിലേക്ക് പോകാനോ ഇറങ്ങാനോ പാടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളിൽ പൂർണ്ണതയിലെത്താത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഇവരുമായി സമീപിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്കുള്ള അവസരങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ യോഗത്തിൽ ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്മരിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി.
അടുത്തതായി രമേശ് സാർ, ജോൺസൺ സാർ സംസാരിക്കും. എൻ്റെ സഹപ്രവർത്തകർ, മാതാപിതാക്കൾ, നമ്മൾ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നീന്തൽ പരിശീലനം പൂർത്തീകരിച്ചു ഒന്ന് അവസാനിപ്പിക്കാം. അപ്പം എനിക്കറിയാം, ഇപ്പം രമേശ് സാറ് രാവിലെ നമ്മളോട് പറഞ്ഞിരുന്നു, അതുപോലെ ഇപ്പോൾ വേണുവേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു, നിങ്ങൾ നീന്തലിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല, നിങ്ങൾ നീന്തലിൻ്റെ പാവാടം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് നീന്തൽ അറിയാം എന്നും പറഞ്ഞ് നിങ്ങൾ അവധി ദിവസങ്ങളിലൊക്കെ യാത്ര പോയി നമ്മുടെ കുടുംബക്കാരുടെ വീടുകളിലൊക്കെ പോയി ഞാൻ നീന്തൽ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരുടെ കൂട്ടത്തിൽ പുഴയിൽ പോയി ചാടാനോ അതേപോലെ നീന്തൽക്കുളത്തിൽ പോയി ചാടാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കരുത്. കാരണം അതിൻ്റെ അത്രയ്ക്ക് അറിയാവുന്ന ഒരു കൂട്ടത്തിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ നീന്താൻ വെള്ളത്തിൽ ഇറങ്ങാൻ പാടുള്ളൂ. പിന്നെ ഇപ്പോൾ ഇവിടെ മാത്രം കുളത്തിൽ നമ്മൾ നീന്തൽ പഠിപ്പിച്ചു, ഞാൻ ഈ കുളത്തിൽ നീന്തൽ പഠിച്ചതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും നിങ്ങളുടെ സ്വന്തം ഇഷ്ടകാരം പോയി കുളത്തിലേക്ക് ചാടാൻ നിൽക്കരുത്. അതുപോലെ നാട്ടിലുള്ള പുഴകളിൽ പോയി ചാടാൻ നിൽക്കരുത്. കാരണം ഇതിനകത്തിപ്പം വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ നീന്തൽ ശരിക്കും നീന്തിക്കാരൻ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവർ നീന്തൽ എന്താണെന്നുള്ളത് അറിഞ്ഞു നമുക്ക് സ്വയം രക്ഷപ്പെടാം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം ആരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വെള്ളത്തിൽ ഇറങ്ങാനും പാടുള്ളൂ. പിന്നെ നമ്മൾ അബദ്ധത്തിൽ പെട്ടുപോയാൽ നമുക്ക് നീന്തിക്കയറാം അല്ലേ, അതിനുള്ളതായി പഠിച്ചില്ലേ, എങ്ങനെ നീന്തിട്ടെന്ന് പഠിച്ചില്ലേ. അപ്പോൾ അതേ ചെയ്യാവൂ. അല്ലാണ്ട് എനിക്ക് നീന്തൽ അറിയാം, ഞാൻ നീന്തൽ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, മറ്റു കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ പുഴയിലോ തോട്ടിലോ കുളത്തിലോ ഒന്നും ചാടാൻ പാടില്ല കേട്ടോ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളുടെ രക്ഷിതാക്കളുടെ കൂടുതൽ ചേട്ടന്മാരുടെ കൂടുതൽ നീന്തൽ അറിയാവുന്നവരുടെ കൂടുതൽ പോയിട്ട് നിങ്ങളിത് വീണ്ടും പ്രാക്ടീസ് ചെയ്ത്, ഇത് പ്രാക്ടീസിൻ്റെ ഇതിന് വേണ്ടി മാത്രമേ ഇത് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോൾ ഒന്ന് പഠിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾക്ക് നാളെ നീന്തൽക്കാരാകാൻ പറ്റിയത്. ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മുതിർന്നവരെ അല്ലെങ്കിൽ രക്ഷിതാക്കളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് നമുക്ക് അടുത്തുള്ളൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ നീന്തി പരിശീലിക്കുക. എന്നാൽ മാത്രമേ പിന്നെ എനിക്ക് ഞാൻ ആ തുടക്കം മുതൽ ഉദ്ഘാടനത്തിൻ്റെ ദിവസം മുതലുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ രമേശ് സാറ് പറഞ്ഞു തരുന്ന ശ്രദ്ധിക്കാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, വർത്താനം പറഞ്ഞിരിക്കും ഇല്ലേ, വർത്താനം പറഞ്ഞിരിക്കുന്നില്ലേ. എണ്ണ എടുക്കാൻ വേണ്ടി പറയുമ്പോൾ കുറച്ച് പേര് എണ്ണ എടുക്കും, കുറച്ച് പേര് ഇങ്ങനെ നോക്കിക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നമ്മൾ നീന്തൽ ഇതെങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ തന്നാൽ മാത്രമേ, അത് പറഞ്ഞു തരുമ്പോൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളോട് വെള്ളത്തിൽ ചാടെന്ന് പറയുമ്പോൾ നിങ്ങൾ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമോ? പറ്റിയല്ല അല്ലേ. അപ്പം മിണ്ടരുത് എന്ന് പറഞ്ഞാൽ മിണ്ടരുത്, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, കേൾക്കണം. ഇതേപോലെ ഇത്രയും നിങ്ങൾ ഇന്നിപ്പോൾ 50 പേരുണ്ടായിരുന്നു. ഈ 50 പേര് നീന്തൽ പരിശോധിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? നിങ്ങളെ കൂടുതൽ അറിഞ്ഞവർ ചുരുങ്ങിയ ആൾക്കാരിലേ ഉള്ളൂ. അപ്പം നമ്മൾ പറയുന്നത് കേൾക്കാണ്ട് നിങ്ങൾ ഇങ്ങനെ നിർത്തിയിരിക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് പേരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അങ്ങേട്ടിരുന്ന് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റുമോ? പറ്റിയല്ല. അപ്പം നിങ്ങൾ പറയുന്നത് കേട്ടാൽ, ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് കേട്ടാൽ മാത്രമേ നമുക്ക് നീന്താൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ എത്ര പേരുണ്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ റൊട്ടേഷൻ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ ആൾക്കാർ ചെല്ലുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് നോക്കും, ഇവിടെ ആൾക്കാരുടെ പെട്ടെന്ന് ഇങ്ങോട്ട് നോക്കും. നമുക്ക് എന്നിട്ട് ഇത്രയും പേരുണ്ടെങ്കിൽ നമുക്ക് നിശ്ചയില്ല എത്ര പേര് നിങ്ങൾ കൊണ്ടുവന്ന് വീണ്ടും വീണ്ടും എണ്ണി നോക്കുന്നതിന് കാരണം അതാണ്. ഒരാൾ പെട്ടെന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല. ഈ 5, 6 പേർക്കോ ഈ 50 പേരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ രക്ഷിതാക്കളോടും കൂടി വന്ന് കറക്റ്റ് ചെയ്ത് നോക്കിക്കിടന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് നിങ്ങൾ മിണ്ടാതിരിക്കുക, പറയുന്നത് കേൾക്കുക, ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സ്റ്റേഷൻ ഓഫീസർ ദിനേശ് സാർ, പ്രിയങ്കരനായ JP ഏട്ടൻ, ഏറ്റവും നമ്മുടെ മഹത് വ്യക്തി ഇവിടെ വേണുവേട്ടനാണ്. വേണുവേട്ടൻ, മറ്റ് സഹപ്രവർത്തകരെ, ആദ്യമായി നല്ലൊരു കയ്യടി നമ്മളെ വേണുവേട്ടന്. ആദ്യത്തെ ദിവസം നമ്മൾ തുടങ്ങുമ്പോൾ നല്ല മഴയായിരുന്നില്ല. അപ്പം മഴയത്ത് കയറി വരുമ്പോൾ കുട്ടികളിങ്ങനെ താടിയെല്ലാം ഇങ്ങനെ അല്ല, അത് കണ്ടിട്ട് വേണുവേട്ടൻ എന്നോട് ചോദിച്ചു, മാഷേ നമുക്ക് നാളെ മുതൽ ഞാൻ കട്ടൻ കാപ്പി കൊടുക്കും, അതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് നല്ല സന്തോഷമുള്ള വാർത്തയല്ല. അപ്പോൾ ഞാൻ ഒന്നും നോക്കില്ല, നിങ്ങൾ വന്നാൽ കൊടുത്തോളാം. അപ്പോൾ അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ വളരെ കൃത്യമായ നല്ല ചൂട് കാപ്പി, അത് ജയപ്രകാശ് ചേട്ടൻ പറഞ്ഞ പോലെ നെയ്യും ഇട്ട്, പശു നെയ്യിട്ട്,
അതിൻ്റെ കൂടെ ബിസ്ക്കറ്റും അല്ലേ എല്ലാം കഴിച്ചില്ല അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് വേണ്ടോട്ടിനോട് ഞാൻ നന്ദി അറിയിക്കുക. കാരണം ഞാൻ ഒരു 5000-ഓളം കുട്ടികളെ കുട്ടികളിൽ മുതിർന്നവരുണ്ട്. പ്രായമുള്ള ഒരു 72 വയസ്സുള്ള നാരായണി അടുത്തി വരെ വയസ്സുള്ള അവരവരെ നീന്തൽ പഠിപ്പിച്ച. അപ്പോൾ 5000-ഓളം കുട്ടികളായി മൊത്തത്തിൽ. അപ്പോൾ അതിൽ ഇന്ന് വരെ ഇവിടുത്തെ പോലത്തെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഒരു സഹകരണം ഉണ്ടായില്ല. അതിലൂടെ അതിനെനിക്ക് തോന്നുന്നു അതിൻ്റെ ഉൾക്കാൻ പിടിച്ചത് നമ്മളെ പ്രിയപ്പെട്ട മോടുനാട്ടൻ മോളും വീണ എപ്പോഴും എല്ലാ ക്ലാസ് വെട്ടി എല്ലാം തിട്ടപ്പെടുത്തി ഏറ്റവും ലാസ്റ്റേ പോകും. അപ്പോൾ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് വലിയൊരു എപ്പോഴും നമ്മൾ വേടാടിൻ്റെ കുടുംബത്തോടും ബാക്കി എല്ലാവരോടും നമ്മൾ കൂടെ ഉണ്ടാവും. എന്നാൽ വേടാടിനോട് പ്രത്യേക സ്നേഹം അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. പിന്നെ നമ്മൾ ഫയർ ആൻഡ് റെസ്ക്യൂ നിങ്ങൾ എന്തെങ്കിലും അപകടം വന്നല്ലേ നമ്മളെ ഓർക്കും അല്ലേ? ഇല്ലേ ഓർക്കോ? ഇല്ല ആ ചുവന്ന വണ്ടി അതിലെ കൂടി പോകുമ്പം സൈറിനിട്ട് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുമായിരിക്കും. ഭയങ്കര ഷോ ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ നമ്മളെ അറിയിക്കേണ്ട നമ്പർ അറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നു എങ്ങനെ വിളിക്കുക ഫയർ ആൻഡ് റെസ്ക്യൂവിനെ? ഗുഡ്. അതിൽ എത്തിച്ചേർക്കണം. വെറും 101 അടിച്ചാൽ മതിയാ? അടിച്ചാൽ മതിയാ? പറഞ്ഞോളൂ. ഇപ്പം ക്ലാസ് കിട്ടിയിട്ടുണ്ടല്ലേ? സ്കൂളിൽ വന്ന് ക്ലാസ് എടുക്കലുണ്ടോ? ക്ലാസ് കേട്ടിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടല്ലേ? എവിടെയില്ലെങ്കിൽ ഇവിടെ സ്റ്റേഷൻ നമ്പർ ഉണ്ട്. അതല്ലാതെ 101 ഏത് നമ്മളെ കേരളത്തിൽ എവിടെ പോയാലും 101 അതിൽ കോഡ് നമ്പർ വേറൊന്നും വേണ്ട. നമ്മളെ മൊബൈലിൽ അടിച്ചാൽ കിട്ടും. ഓക്കെ. അത് ഈ പേരാവൂർ അടിച്ചാൽ മണത്തണയിൽ അടിച്ചാൽ പേരാവൂർ സ്റ്റേഷനിൽ കിട്ടണമെന്നില്ല. അവിടെ മണത്തണയോ അല്ലെ തലശ്ശേരിയോ കണ്ണൂരോ എവിടെ പോകും. അത് നിങ്ങൾ സ്ഥലം പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുക. അല്ല അടുത്ത സ്റ്റേഷൻ ഏതാണെന്ന് പറയും. ചോദിക്കുന്നതിന് മറുപടി പറയണം. ഓക്കെ. എന്നിട്ട് നിങ്ങൾ ആ ഫോണ് എൻഗേജ് ആക്കി വെക്കരുത്. തിരിച്ച് വിളിക്കും നിങ്ങൾ കേട്ടോ. നമ്മളിപ്പോൾ മണത്തണ എന്ന് സംഭവിച്ചു, നിങ്ങൾ വിളിച്ചു 101 വിളിച്ചു. കണ്ണൂരിൽ നേരെ പേരാവൂർ വിളിക്കും. പേരാവൂർ നിങ്ങൾ കൊടുത്ത നമ്പർ ഫോൺ നമ്പറിൽ നമ്മൾ ബന്ധപ്പെടും. അന്നേരം നിങ്ങൾ അത് റെഡി ആയിട്ടിരിക്കണം. അതിന് മറുപടി പറയണം. എവിടെയാണ് ഇന്ന സ്ഥലത്താണ് ഇങ്ങനെ മണത്തണ കുളത്തിലാണ് സംഭവം നടക്കുന്നത് എന്ന് പറയണം കേട്ടോ. ഓർക്കില്ല, മറന്നുപോയില്ലോ. ഓക്കെ. വിളിക്കേണ്ട നമ്പർ ഏതാ? 101. പിന്നെ നമ്മളെ പണി എന്താ അറിയാം? എന്താ ഫയർഫോഴ്സിന്റെ പണി എന്താ? ഒരാൾക്ക് നമ്മളെ ജീവനും സ്വത്തിനും രക്ഷ കൊടുക്കല, സംരക്ഷണം കൊടുക്കലാണ്. അപ്പൊ അത് മനുഷ്യന്മാരെ മാത്രമല്ല, ജീവികളുടെ ഏത് മൃഗങ്ങളായിക്കോട്ടെ എല്ലാവരുടെയും ജീവനും സ്വത്തിനും രക്ഷിക്കല. ഓക്കെ. അതിന്റെ ഒരു ഭാഗമാണ് നീന്തൽ അല്ല? നീന്തലില് കുറേ കുട്ടികൾ, നിങ്ങളെ മുതിർന്ന കൗമാരപ്രായത്തിലുള്ളവരും യുവാക്കളും നിരവധി അപകടങ്ങളാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ അപകട മരണങ്ങളിൽ, റോഡപകടങ്ങളിലും വാഹനാപകടങ്ങളിലും ഒക്കെയാണ് 1-ാം സ്ഥാനത്ത് വരുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. 2-ാം സ്ഥാനത്ത് ഈ മുങ്ങി മരണങ്ങളാണ്, ജലാശയ മരണങ്ങളാണ്. വർഷത്തിൽ 1700 പേര് മുങ്ങി മരിച്ചിട്ട് ഇങ്ങനെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ടെന്ന കണക്ക്. ഓക്കെ. ചില്ലരൊന്നുമല്ല, 1000-ന് മേലെ പോകുന്നുണ്ട്. ഓക്കെ. അത് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു യത്നമാണ് നമ്മളെ ഫയർ ആൻഡ് റെസ്ക്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2015 തൊട്ടിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ഈ നീന്തൽ പരിപാടി തുടങ്ങിയത് ആദ്യം തന്നെ നമുക്ക് ഇവിടെ അന്നൊന്നും ഈ കുളം അത്ര വൃത്തിയുണ്ടായില്ല. അതിന് ശേഷമാണ് ഇതെല്ലാം കെട്ടി നല്ല വൃത്തിയാക്കിയത്. നമ്മൾ പുഴയിലാണ്, അണങ്ങോട് പുഴയില്ലേ? അണങ്ങോടല്ലേ അടുത്ത സ്ഥലം. അണങ്ങോട് 2015 നമ്മളെ സ്റ്റേഷനിൽ അന്ന് പെൺകുട്ടിയൊക്കെ ഇത് തന്നിട്ടുണ്ടായില്ല, പെർമിഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ വെറും ആൺകുട്ടികൾ മാത്രം. അന്ന് 30 ആൺകുട്ടികൾ പുഴയിൽ വന്നു, നീന്തൽ പഠിച്ചു. അപ്പോൾ അടുത്ത വീട്ടിലെ തോമസ് ചേട്ടൻ്റെ, നമ്മളെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നല്ല കോൺട്രാക്ടർ വാർത്താണ് തോമസിൻ്റെ ഒരു മോളുണ്ടായിരുന്നു. ആ മോള്
സാറേ ഞാനറിയിക്കോട്ടെ കുട്ടിക്ക് നീന്തറിയില്ല. അപ്പം ഞാൻ STO സാറോട് അന്നത്തെ സ്റ്റേഷൻ ഓഫീസറോട് ചോദിച്ചാൽ പെർമിഷൻ കിട്ട്. അപ്പം അടുത്ത ദിവസം തന്നെ ആ മോളെ വെള്ളത്തിലിറക്കി. ഓക്കെ, നല്ല സ്റ്റൈലായിട്ട് നീന്തുന്ന കുട്ടിയാണ്. അത് നല്ല സ്റ്റൈല് വന്നു. അപ്പോൾ അത് നാഷണൽ മെഡൽ ഞാൻ മത്സരത്തിന് പങ്കെടുപ്പിച്ചു. അതിന് തന്നെ ഈ അക്വാറ്റിക് അസോസിയേഷൻ ഉണ്ട്. ഇതിൻ്റെ നീന്തലിൻ്റെ ഫുട്ബോൾ അസോസിയേഷൻ, ക്രിക്കറ്റ് അസോസിയേഷൻ, വോളിബോൾ അസോസിയേഷൻ, ഇങ്ങനെ അസോസിയേഷൻ ഉണ്ട്. അത് ജില്ലാ തലങ്ങളിലാണ് അത് അസോസിയേഷൻ വർക്ക് ചെയ്യുന്നത്. അതുപോലെ അക്വാറ്റിക് അസോസിയേഷൻ ഉണ്ട്. നീന്തൽ കൈകാര്യങ്ങൾ ചെയ്യുന്നത്, മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് അസോസിയേഷൻ, അക്വാറ്റിക് അസോസിയേഷൻ. അതിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് ഞാൻ ഇപ്പോൾ. അപ്പോൾ അത് ഞാൻ അന്ന് അക്വാറ്റിക് അസോസിയേഷനുള്ള അതുകൊണ്ട് തന്നെ ഈ കുട്ടീനെ മത്സരത്തിൽ പങ്കെടുപ്പിച്ചു. അസോസിയേഷൻ്റെ മത്സരം വരുമ്പോൾ മത്സരത്തിൽ പങ്കെടുപ്പിച്ചു. അപ്പോൾ ആദ്യത്തെ വർഷം കുട്ടി ഫ്രീ സ്റ്റൈലിൽ 3ാം വർഷം വന്നു. അപ്പോൾ 3ാം വർഷം വന്നാൽ സ്റ്റേറ്റിലേക്ക് ഇതില്ല. അപ്പോൾ 2ാമത്തെ വർഷം കുട്ടി കണ്ടിന്യൂ പ്രാക്ടീസ് ചെയ്തു. നമ്മൾ എക്സ്ട്രാ വേറെ സ്റ്റൈൽ പഠിപ്പിച്ചു കൊടുത്തു. പഠിപ്പിച്ച് നാഷണൽ ലെവലിൽ വരെ മെഡൽ വരാൻ വാങ്ങിച്ച കുട്ടിയാണ്. അതുകൊണ്ട് നമ്മൾ നീന്തലിൽ അപകടങ്ങളിൽ മാത്രമല്ല, ഇതുപോലെ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ട് നമുക്ക് അവള് ഇപ്പം PG ചെയ്തുകൊണ്ടിരിക്കുക. എറണാകുളത്ത് PG ചെയ്ത് ഇപ്പം 2nd ഇയറാണ്. ആ കുട്ടീൻ്റെ ജസ്റ്റിന എന്ന പേര്. അപ്പോൾ ആ കുട്ടി ഇതുപോലെ നിറയെ കുട്ടികൾ, എൻ്റെ 2 മക്കളുണ്ട്. എൻ്റെ മൂത്തവൻ യൂണിവേഴ്സിറ്റി സ്വിമ്മറാണ്. 2ാമത്തെ സ്റ്റേറ്റ് വാട്ടർ പോളോ ഇതാണ് സ്റ്റേറ്റാണ്. വാട്ടർ പോളോ എന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിൽ നിന്ന് ഒരു ബോളുണ്ട്, അതാണ് വാട്ടർ പോളോ. കരക്കുന്ന കളിക്കുന്ന പോലത്തെ, ബാസ്കറ്റ് ബോൾ കളിക്കുന്ന പോലെ തന്നെ കളിയാണ് വാട്ടർ പോളോ. ഇതുപോലെ നിറയെ നമുക്ക് സാഹചര്യങ്ങളുണ്ട് ഈ സ്വിമ്മിങ്ങിൽ. വെറും കരക്കുന്നുള്ള കളി മാത്രമല്ല, വെള്ളത്തിൽ നിന്നുള്ള കളികൾ, നീന്തലും, ഇങ്ങനത്തെ മത്സരങ്ങളുണ്ട്. ഈ മത്സരത്തിന് നമ്മൾ പങ്കെടുക്കേണ്ട, അതിന് അറ്റൻഡ് ചെയ്യേണ്ട ഒരു തയ്യാറെടുപ്പിലും കൂടി നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരണം. ഓക്കെ, ഇതിൽ കുറേ കുട്ടികൾ നല്ല സ്റ്റൈലായിട്ട് നിന്നുന്നുണ്ട്. സ്റ്റൈൽ വരും. വേണമെങ്കിൽ നമ്മൾ സമയം കിട്ടുകയാണെങ്കിൽ ഈ താല്പര്യമുള്ള കുട്ടികൾക്ക് സ്റ്റൈലുകൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് നിങ്ങൾക്ക് അവസരം ചെയ്തു തരാം. കാരണം നമ്മുടെ നാട്ടിൽ ഇവിടെയൊന്നും സ്വിമ്മിംഗ് പൂളൊന്നും ഇല്ല. സ്വിമ്മിംഗ് പൂളിൽ നീന്തൽ വലിയ പണിയാണ്. ഈ കുളത്തിലാകട്ടെ ബുദ്ധിമുട്ടാണ് സ്വിമ്മിംഗ് പൂള്. അതിൽ ക്ലോറിനേഷൻ ചെയ്യണം. അതിപ്പം ഗൂഗിളിൻ്റെ കണ്ണടയില്ലെങ്കിൽ നമ്മൾ കണ്ണെരിയും. ആ കണ്ണ് എപ്പോഴും കണ്ണടച്ച് പോകണം. അപ്പോൾ കുറേ ഡൈവിങ് ചെയ്യണം. ഇതെല്ലാം പഠിക്കാനുണ്ട് കുറച്ച്. അപ്പോൾ നമ്മളെ അടുത്തൊക്കെ വെച്ചിട്ട് ഇവിടെ എൻ്റെ നാട്ടിൽ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. 25 മീറ്റർ പൂളുണ്ട്. കണ്ണൂർ ജില്ലയിൽ സ്വിമ്മിംഗ് പൂള് 25 മീറ്ററേ ഉള്ളൂ. 50 മീറ്ററാണ് ഇൻ്റർനാഷണൽ പൂളിൻ്റെ. 50 മീറ്റർ പൂളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കണ്ണൂർ ജില്ലയിലില്ല. അപ്പോൾ അവിടെ നാഷണൽ മീറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് മീറ്റോ ഒന്നും കണ്ണൂർ ജില്ലയിൽ നടക്കില്ല. വലിയ വലിയ മത്സരങ്ങൾ നടക്കില്ല. അപ്പോൾ സ്കൂൾസിൻ്റെയും അസോസിയേഷനും നടക്കും. ബാക്കിയെല്ലാം കോഴിക്കോട് തൊട്ടിട്ട് അങ്ങോട്ടേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം മട്ടന്നൂർ 50 മീറ്റർ പൂള് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് വന്നാലും നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെടാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് സ്റ്റൈലുകൾ കുറച്ച് പഠിപ്പിക്കാം. അപ്പോൾ അതിൻ്റെ അവസരം കിട്ടുകയാണെങ്കിൽ നമ്മൾ പൂളിൽ നിങ്ങൾ രക്ഷിതാക്കളൊക്കെ താല്പര്യമുണ്ടെങ്കിൽ, ഈ പഠിച്ച കുട്ടികളെല്ലാം വരുന്നുണ്ടെങ്കിൽ, അറേങ്ങാട് സ്റ്റേറ്റ്മെൻറ്റ് പബ്ലിക് സ്കൂളുണ്ട്, ഇംഗ്ലീഷ് മീഡിയമാണ്. അത് പ്രൈവറ്റ് സ്കൂളാണ്. അവിടെ മണിക്കൂർ 150 രൂപയാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു 100 രൂപയ്ക്ക് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 മണിക്കൂർ ആസ്വാദിക്കാം. നിങ്ങൾ താല്പര്യപ്പെടുകയാണെങ്കിൽ കുട്ടികളെ അവിടെ എത്തിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ പെർമിഷനോട് കൂടിയിട്ട് നമുക്ക് അവിടെ ഒരു ദിവസം അവിടെ എൻജോയ് ചെയ്യാം. ഇല്ല, ഓക്കെ. സ്കൂളിലൊരു ഭയങ്കര ഒരു ഇല്ല വൈബാ കേട്ടോ. നമുക്ക് സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്റ്റൈലാണ്. അത് കാണുമ്പോൾ തന്നെ ഞാൻ വീഡിയോ നിങ്ങൾ ഫോട്ടോസെല്ലാം കണ്ടിട്ടുണ്ടാവും കേട്ടോ. അതെല്ലാം ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ പൂളിലാണ്. ഒന്ന് ഫ്ലോട്ടിംഗ് എല്ലാം കണ്ടില്ലേ? ഫ്ലോട്ടിങ്, പിന്നെ ജെല്ലി ഫിഷെല്ലാം കണ്ടില്ല? വീഡിയോ കണ്ടിട്ടില്ലേ? അപ്പോൾ അത് ബത്തേരിയില്ല ഒരു പൂളാണ്. അങ്ങനെ പല പൂളുകളിലും ഇങ്ങനെ ട്രെയിനിങ് നടക്കുന്ന. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, രക്ഷിതാക്കൾ താല്പര്യമുണ്ടെങ്കിൽ മക്കളെ അവിടെ എത്തിച്ചാൽ നിങ്ങളും കൂടി നിങ്ങൾക്കും നടന്ന കേട്ടോ. ആപ്പ് വേണം, പിന്നെ പോളിസ്റ്റർ വേണം, ബനിയനും പെൺകുട്ടിക്ക് ബനിയനും ഹാഫ് നിക്കറും ഷോർട്സ് വേണം കേട്ടോ. അത് കോട്ടൺ ഡ്രസ് ആവാൻ പാടില്ല. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിച്ചാൽ മതി. ഞാൻ നിങ്ങളെ എല്ലാവരും ഒരു ദിവസം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? അപ്പോൾ വേറെ ഒരു വൈബാണ്.
ഇല്ല. അതിന് അടുത്തത് നിങ്ങൾ നീന്തൽ പഠിച്ചോ? എല്ലാവരും പഠിച്ചോ? ചാടി കുടിക്കോ? ഏതെങ്കിലും എവിടെയും വീണാ രക്ഷപ്പെടോ? അബദ്ധത്തിൽ വീണോ? രക്ഷപ്പെടോ? അത് മതി. ഓക്കെ, അത് മതി. അപ്പൊ രക്ഷപ്പെടണം. വീണതും ഞാനൊരു വീഡിയോ കാണിച്ചു. അതായത് നമ്മളെ എന്റെ നാട്ടില് ഞായറാഴ്ച ദിവസങ്ങളില് കുട്ടികളെ പുഴയിൽ പോവാം. നല്ല പുഴയെല്ലാം ഫുള്ളായിരിക്കും, നല്ല കലക്ക് വെള്ളമായിരിക്കും. അപ്പോ ഞാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ മരത്തിൽ വലിയ മരത്തിന്റെ മേലെ കയറ്റിയിട്ട് എന്ത് ചെയ്യും, ഞാൻ പഠിപ്പിച്ച കുട്ടികൾ തന്നെ അവർ ചാടിക്കുമ്പോ എന്താ അവർക്ക് ധൈര്യം വരും. ആദ്യം ഇതുപോലെയാണ് പലത് ചാടാനും കയറാനും എല്ലാം മടിയായിരിക്കും. ഒന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തു അവർ പിന്നെ കയറില്ല. അപ്പം നല്ല ഒഴുക്കുണ്ടാവും. അതിന്റെ സേഫ്റ്റി എല്ലാം എടുത്തിട്ടാണ് ചാടിക്കുക കേട്ടോ. അപ്പൊ നിങ്ങളൊന്നും അങ്ങനെ ചാടണ്ട. അപ്പം വേറെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇറങ്ങാനും ചാടാനും പാടുള്ളൂ. ഞാൻ പറഞ്ഞത് നമ്മൾ വെള്ളത്തോട് കൂടുതൽ ഇത് കളിക്കണം, തമാശ കളിക്കണം. വെള്ളത്തിൽ മണ്ണ് പറന്ന് എല്ലാം മറന്ന പോലെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഭയമാവും. ഇത്രയേ ഉള്ളൂ. ഇപ്പം നീന്തൽ പഠിച്ചവർക്ക് അറിയാലേ, ഇതേ ഉള്ളൂ സംഗതി. നിസ്സാരല്ലേ അല്ല, പേടിക്കുന്നവരെ എപ്പോഴും പേടിയാം. അത് പിന്നെ അങ്ങനെ പോകും കേട്ടോ. അപ്പൊ പറയുന്നത്, നിങ്ങളെ മുന്നിൽ നിന്ന് ആരെങ്കിലും വെള്ളത്തിലോ എവിടെയെങ്കിലും ചാടി കാണുന്നു, നിങ്ങൾ കാണുന്നു, എന്താ ചെയ്യാ? എങ്ങനെ രക്ഷിക്കാം? ആവൂല, നിങ്ങൾക്ക് ആവൂല. എന്താ ഈ രക്ഷിക്കാനെല്ലാം പഠിക്കണം. എങ്ങനെ